ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ അടിപൊളി ഒരു ടിഫിനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് മിച്ചം വരുന്ന ഒരു കപ്പ് മാവ് മതി ഇതുണ്ടാക്കാൻ. പക്ഷേ ഇഡ്ഡലിയുടെ യാതൊരു ടേസ്റ്റ് കാണില്ല. അതുപോലെ തന്നെ ആ മാവ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടിഫിനാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുവാണെങ്കിൽ ഉച്ചയായാലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ കടലപ്പരിപ്പും. അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. നമ്മൾ 1 കപ്പ് ഇഡ്ഡലി മാവിന്റെ റെസിപ്പിയാണ് പറയുന്നത്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസിലെ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, നല്ല കുനുകുനാന്നൊന്ന് അരിഞ്ഞ അതാണ് നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കും. അല്പം ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴട്ട്. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞിട്ട്, കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. മല്ലിയില വേണമെങ്കിലും ചേർക്കാം. പിന്നെ അല്പം കായവും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. അതൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഇഡലി മാവാണ്. ഇത് ഇന്ന് രാവിലെ ഇഡലി ഉണ്ടാക്കിയതിന്റെ ബാക്കി മാവാണ്. കൂടുതൽ പുളിച്ച മാവ് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ തണുപ്പ് മാറിയിട്ട് വേണം ഉപയോഗിക്കാൻ. അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ സാധനം എല്ലാം ചേർക്കുക. കൂടുതൽ ബലം പ്രയോഗിച്ച് ഇളക്കരുത്. അതിന്റെ മാവിന്റെ പത പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പലഹാരത്തിന് സോഫ്റ്റ്നെസ് കുറയും. പിന്നെ സോഡാ പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. പിന്നെ ഇനി നമുക്ക് മുട്ടയിലേക്ക് ഒരല്പം മാവ് ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് എനിക്ക് വേണമായിരുന്നു, അതുകൊണ്ട് ഉപ്പ് ചേർത്തു. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതിയേ. പിന്നെ ഒരല്പം കളറിന്, നമ്മുടെ ഇഡലി മാവ് വെള്ളയല്ലേ, അപ്പോൾ ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ഇഡലി മാവിലേക്ക് ചേർക്കാൻ. ഇനി ഈ ഇഡലി മാവ് കൂടുതൽ സമയത്തും മിക്സ് ചെയ്യേണ്ട, നല്ല ബലപ്പിച്ച് മിക്സ് ചെയ്യരുത്. എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സമയം ഇളക്കിയാൽ അതിന്റെ പ്ലഫ്നെസ് കുറയൂലേ, അതുപോലെ ആയിരിക്കും നമ്മൾ ഈ പലഹാരത്തിന്റെ പ്ലഫ്നെസ് കുറയും. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പച്ചട്ടിയിലാണ്. അത് അപ്പച്ചട്ടി ചൂടാവുമ്പോൾ 1/2 ടീസ്പൂണും വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ മാവ് കോരി ഒഴിക്കുക. മാവ് കോരി ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം മാവ് കോരി ഒഴിക്കാൻ. കോരി ഒഴിച്ച് കഴിഞ്ഞ് ഒരു 1/2 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അതിന്റെ മോൾ ഭാഗം ഇതുപോലെ തന്നെ വേകുന്നതിന് മുമ്പ് അത് മറിച്ചിടുക. അങ്ങനെ മറിച്ചിടുമ്പോഴാണ് ഇതിനകം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ദോശയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ മറിച്ചിടുന്നത്. ഇനി ഇത് വെന്തോന്നറിയാൻ ഒരു സ്ക്യൂർ കൊണ്ടിട്ടൊന്ന് കുത്തി നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ വേവൊക്കെ മനസ്സിലായി കാണും. ഇനി ഇതുപോലെ ബാക്കി ഉണ്ടാക്കാം. ഒരല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണേ. കൂടുതൽ വെളിച്ചെണ്ണയൊന്നും വേണ്ട. നമുക്ക് ഒരെണ്ണത്തിന് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടുതൽ വേണ്ട. നല്ല ടേസ്റ്റാണിത്. ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ചൂടാവുമ്പോഴേക്കും ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് മാവ് ഒഴിക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് അതിന്റെ മുകൾ ഭാഗം വേകുന്നതിന് മുമ്പ് തന്നെ അത് മറിച്ചിടുക. ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. തേങ്ങ ചേർക്കുമ്പോൾ മാവിന്റെ പുളി അല്പം കുറഞ്ഞു കിട്ടും കേട്ടോ. എന്നിട്ടും പുളി കൂടുതലാണെങ്കിൽ അല്പം പഞ്ചസാര ചേർത്താൽ മതി. കഴിയുന്നതും പുളി കുറവുള്ള മാവ് തന്നെ എടുക്കുന്നതാണ് ടേസ്റ്റ്. പല്ലിന് കേടുള്ള കുട്ടികൾക്ക് ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ഒഴിവാക്കാം. അതുപോലെ തന്നെ എരിവ് വേണ്ടെങ്കിൽ എരിവ് ഒഴിവാക്കാം. സവാള വഴറ്റുമ്പോൾ ഒരല്പം ഗരം മസാല കൂടി ചേർത്താൽ സൂപ്പറാണ്. ഇത് കണ്ടോ, ഇത് ഒരെണ്ണം മുറിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എത്രയും സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ മനസ്സിലായില്ലേ? നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. അത് നിരത്തരുത്, ഒഴിച്ചിട്ട് തവി കൊണ്ട് നിരത്തരുത് കേട്ടോ. വെളിച്ചെണ്ണയിൽ മൊരിച്ചെടുത്തത് കൊണ്ടാണ് ഈ കളറ് കരിഞ്ഞതൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ചൂടോട് കഴിക്കാനാണെങ്കിൽ ഏറ്റവും സൂപ്പർ, നല്ല ചൂടായിട്ട് തന്നെ കഴിക്കാനാണ്. ഉച്ചവരെ ഒക്കെ ഇരുന്നാലും അതിന്റെ മായത്തിന് കുറവൊന്നും വരില്ല. തീർച്ചയായിട്ടും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.